ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇതാണ് അരിക്കുമൽ. കുറച്ച് അരിക്കുമൽ കിട്ടി, അടുത്ത വീട്ടിലെ കുട്ടി കൊണ്ടു തന്നാണ്. അപ്പം നമുക്കത് ഒന്ന് വറുത്തരച്ച് വെച്ച് നോക്കാം. ഓക്കേ. കുറച്ച് കൂൺ കിട്ടി, അതാണ് ഇപ്പം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ. നല്ല കൂണാണ്, അരിക്കുമൽ എന്നാണ് ഞങ്ങൾ പറയുക. ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അത് കുറച്ച് അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടി കൊണ്ടു തന്നാണ്. അതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ കളയുമ്പോൾ ഇത് ഭയങ്കര മണലായിരിക്കും കേട്ടോ. വേര് സൈഡിൻ്റെ ഉള്ളിലുണ്ടായതാ ഉണ്ടോ. നന്നാക്കി വന്നപ്പോൾ അത് എത്രയ്ക്കും വേസ്റ്റ് കിട്ടി. ആ ഒരു ഇച്ചിരി കൂനേ കിട്ടിയുള്ളൂ, അപ്പോൾ വേസ്റ്റായി. ഇതാ ഇത്ര മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ആക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നാക്കി വന്നപ്പോൾ കുറച്ച് സാധനമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് തേങ്ങ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ചിക്കനൊക്കെ വറുത്തരച്ച് വെക്കുന്നൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം. കുറച്ച് സമയം വെള്ളത്തിലിടണം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഇതിൽ പുഴുക്കൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കീടാണുക്കളൊന്ന് ചത്തുപോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കഴുകി മണലുണ്ടാവും, കാരണം മണ്ണിലുണ്ടായതല്ലേ, അപ്പോൾ മണൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇത് അരിച്ചെടുക്കുക. അപ്പോൾ മണലൊക്കെ അടിയിൽ പോയിട്ടുണ്ടാവും. നന്നായി വൃത്തിയായി കഴുകണം. എന്തായാലും തേങ്ങ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങ ഇതാ വറുത്തരച്ചു, എല്ലാ മസാലയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഓക്കെ. എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി നന്നായിട്ട് വഴറ്റി. കുറച്ച് ഉള്ളി മതി കേട്ടോ. അതിനുശേഷം തക്കാളിയും കൂടി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ തേങ്ങ വറുത്തരച്ചതും ഉള്ളി വാട്ടി അത് കഴിഞ്ഞ് അതിലേക്ക് ചെറിയ തോതിൽ മസാലയിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ടിരുന്നു കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം ഇത് ഇങ്ങനെ വെച്ച് ഇതിലേക്ക് നമ്മൾ ഈ ഊറ്റി വെച്ചിട്ടുള്ള കൂനിങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യും. അല്ലാത്ത ഞങ്ങൾ തോനെ കിട്ടുമ്പോൾ ഞങ്ങളത് ഫ്രൈ ചെയ്യാറ്. ഇതാക്കി കൊടുക്കുക. ഇനി ഒന്നത് വെന്തോട്ടെ കേട്ടോ, വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇതാ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായി തിളച്ചു. കൂണൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്യാനായിട്ടുണ്ട്. ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ കൂൺ കറി റെഡി ആയി.